നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. എഡിജിപിക്ക് വീഴ്ചയുണ്ടെന്ന് വിലയിരുത്തി CPM. അജിത് കുമാറിനെതിരെ നടപടിക്ക് സാധ്യത. തോമസ് ചെറിയാന് വിട നൽകി ജന്മനാട്. 56 വർഷത്തിന് ശേഷം സംസ്കാരം. തൂണേരി ഷിബിൻ വധം പ്രതികളെ വെറുതെ വിട്ടത് ഹൈക്കോടതി റദ്ദ് ചെയ്തു. കണ്ണൂരിൽ ചുരം പുനർനിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്ക്. പത്തനാപുരത്ത് പുലിയിറങ്ങി, ഭീതിയോടെ നാട്ടുകാർ. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ RSS ശ്രമിച്ചു, MV ഗോവിന്ദൻ. കണ്ണൂർ സർവകലാശാലയിൽ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് കരിയർ പ്ലാനിംഗ് കേന്ദ്രത്തിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ടെന്ന് വിലയിരുത്തി CPM. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കും. DGP റിപ്പോർട്ടിൽ ADGPക്കെതിരെ പരാമർശമുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം നടപടി ഉറപ്പാക്കുമെന്നുമാണ് റിപ്പോർട്ട്. CPM സംസ്ഥാന സമിതി യോഗത്തിലാണ് ADGPയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ PR അഭിമുഖത്തിനെതിരെയും വിമർശനമുണ്ടായത്. PR സംബന്ധിച്ച എല്ലാ ചോദ്യത്തിനും PR ഇല്ല എന്ന ഒറ്റ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. അഭിമുഖത്തിനായി ദേവകുമാറിന്റെ മകൻ നിരന്തരം സമീപിക്കുകയായിരുന്നുവെന്നും ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PRനു വേണ്ടി ആരെയും നിയോഗിക്കുകയോ ആർക്കും പണം കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അതേസമയം ADGPയെ മാറ്റുന്നതിനുള്ള സമയം ഒന്നും കുറിച്ചു വെച്ചിട്ടില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ വേണ്ട നടപടി ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്നതാണ് CPI നിലപാട്. ഏത് വിഷയത്തിൽ ആയാലും ഇടതുപക്ഷ പരിഹാരമാണ് CPI ലക്ഷ്യമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. CPM സംസ്ഥാന നിർവാഹക കൗൺസിൽ യോഗത്തിലാണ് ബിനോയ് വിശ്വം ഇക്കാര്യം അറിയിച്ചത്. ADGP വിവാദത്തിൽ സംസ്ഥാന യോഗത്തിൽ ശക്തമായ വിമർശനമുയർന്നതോടെയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അല്പം കൂടി കാത്തിരിക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞത്. ADGPയുടെ നേതൃത്വത്തിൽ ADGPക്കെതിരെ നടക്കുന്ന അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട കാര്യവും ബിനോയ് വിശ്വം യോഗത്തെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. 1968 ലഡാക്കിൽ വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് ചെറിയാന് ജന്മനാട് വിട നൽകി. വെള്ളിയാഴ്ച രാവിലെ 10:30 ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിൽ എത്തിച്ച മൃതദേഹം വൈകുന്നേരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഇലന്തൂർ കരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. കരസേനയിലെ EME വിഭാഗത്തിലെ സൈനികനായിരുന്നു ഇലന്തൂർ ഓടാലിൽ OM തോമസിന്റെയും ഏലിയാമ്മയുടെയും മകനായ തോമസ് ചെറിയാൻ. ഛത്തീസ്ഗഡിൽ നിന്ന് ലഡാക്കിലേക്ക് സൈനികരുമായി പോയ വിമാനം 1962 ഫെബ്രുവരി 7-നാണ് അപകടത്തിൽപ്പെട്ടത്. മഞ്ഞുമലയിൽ കാണാതായത് 22-കാരനായ തോമസ് ചെറിയാൻ പരിശീലനം പൂർത്തിയാക്കി ക്രാഫ്റ്റ്സ്മാൻ പോസ്റ്റിംഗ് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മൃതദേഹം കണ്ടെത്തിയതായ അറിയിപ്പ് കുടുംബത്തിന് ലഭിച്ചത്. തോമസ് ചെറിയാൻ ഉൾപ്പെടെ 4 മൃതദേഹങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഡോഗ്ര സ്കൗട്ടിങ്ങിന്റെയും തിരങ്ക മൗണ്ടെയിൻ റെസ്ക്യൂവിന്റെയും തിരച്ചിലിൽ കണ്ടെത്തിയത്. 2019 ഇവിടെ നിന്നും 5 മൃതദേഹം കണ്ടെത്തിയിരുന്നു. DYFI പ്രവർത്തകനായ തൂണേരി ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് ഹൈക്കോടതി. 1 മുതൽ 6 വരെ പ്രതികളും 15-16 പ്രതികളും കുറ്റക്കാരെന്ന് ഹൈക്കോടതി പറഞ്ഞു. സർക്കാരിന്റെ ഉൾപ്പെടെ അപ്പീലിലാണ് വിധി. കേസിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരായ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള എരിഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കെതിരെയായിരുന്നു സർക്കാരിന്റെ അപ്പീൽ. ഈ മാസം 15-ന് ശിക്ഷ വിധിക്കുന്ന ദിവസം പ്രതികൾ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജനുവരി 22-ന് രാത്രിയായിരുന്നു നാടിനെ നെടുപ്പിച്ച 2015 ജനുവരി 22-ന് രാത്രിയായിരുന്നു നാടിനെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. സംഭവ ദിവസം രാത്രി രാഷ്ട്രീയ വിരോധത്താൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ സംഘം ചേർന്ന് ഷിബിനെ കൊലപ്പെടുത്തുകയായിരുന്നു. 1 മുതൽ 11 വരെയുള്ള പ്രതികൾ കൊലപാതക സംഘത്തിലുള്ളവരും 12 മുതൽ 17 വരെ പ്രതികൾ കൊലയാളികളെ രക്ഷപ്പെടാനും ഒളിവിൽ കഴിയുവാനും സഹായിച്ചവരുമാണ്. 66 സാക്ഷിമൊഴികളും 151 രേഖകളും 55 തൊണ്ടിമുതലുകളുമാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന ഹൈക്കോടതി വിധി മുസ്ലിം ലീഗ് ക്രിമിനൽ രാഷ്ട്രീയ നേട്ട
കനത്ത പ്രഹരമാണെന്ന് ഡിവൈഎഫ്ഐ. ഷിബിന് നീതി ലഭിക്കുവാനുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെയും മുന്നോട്ടു പോകുമെന്നും ഡിവൈഎഫ്ഐ പ്രസ്താവനയിൽ പറഞ്ഞു. 2015 ജനുവരി 22 രാത്രി മുസ്ലിം ലീഗ് ക്രിമിനലായ തെയ്യാമ്പാടി ഇസ്മായിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഷിബിനെ വധിച്ചത്. പണക്കൊഴുപ്പിന്റെയും കയ്യൂക്കിന്റെയും ബലത്തിൽ ഷിബിൻ കൊലക്കേസ് പ്രതികളെ രക്ഷപ്പെടുമെന്നാണ് മുസ്ലിം ലീഗ് വ്യാമോഹത്തിനേറ്റ തിരിച്ചടിയാണിത്. നാദാപുരത്തിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെയും യുവജന പ്രസ്ഥാനത്തിനെതിരെയും നിരന്തരമായ കടന്നാക്രമണം നടത്തി കൊലപാതകങ്ങൾ നടത്തി. ഐനാടിയ മുസ്ലിം ലീഗിൻ കനത്ത പ്രഹാരമാണ് വിധി. ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു. കണ്ണൂരിൽ ചുരം പുനർനിർമ്മിക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പേരിയ ചന്ദനത്തോട് സ്വദേശി പീറ്റർ ചെറുവത്ത് 67 മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിൽ ഉരുൾപൊട്ടലിൽ തകർന്ന നെടുമ്പൊയിൽ പേരിയ ചുരത്തിന്റെ പുനർനിർമ്മാണത്തിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ മട്ടന്നൂർ സ്വദേശി മനോജ്, കണിച്ചാർ സ്വദേശി ബിനു എന്നിവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പീറ്ററിന്റെ മൃതദേഹം തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയിൽ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് കരിയർ പ്ലാനിംഗ് കേന്ദ്രത്തിന് തുടക്കമായി. സർവകലാശാലയിലും അഫിലിയേറ്റഡ് കോളേജുകളിലും ആരംഭിക്കുന്ന 4 വർഷ ബിരുദ പഠനത്തിന്റെ ഭാഗമായി സർവകലാശാലയും അസാപ് കേരളയും സംയുക്തമായി ആരംഭിച്ച സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് ആൻഡ് കരിയർ പ്ലാനിംഗ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്കിൽ എൻഹാൻസ്മെന്റ് സംവിധാനങ്ങൾ മുഖേന സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മൂലധനമായിട്ടുള്ള വൈജ്ഞാനിക സംസ്കാരം കെട്ടിപ്പടുക്കാൻ സാധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്യേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായ പരിഷ്കരണങ്ങൾക്കായി ശക്തമായ ഇടപെടലാണ് സർക്കാർ ചെയ്യുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 2000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ വിവിധ ഉന്നത വിദ്യാ കേന്ദ്രങ്ങളിലായി നടന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബിരുദ പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് വിവിധ കോഴ്സുകൾ ഓഫ്ലൈനായും ഓൺലൈനായും പഠിക്കാനുള്ള സംവിധാനമാണ് ഈ കേന്ദ്രം വഴി ഒരുക്കുന്നത്. പഠനത്തോടൊപ്പം ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ നൈപുണ്യ വികസനം ഉറപ്പുവരുത്താനും കരിയർ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നതിൽ വിദ്യാർത്ഥികളെ സഹായിക്കാനും ഈ കേന്ദ്രങ്ങൾ സഹായകമാകും. ഓൺലൈനായി AI ആൻഡ് മെഷീൻ ലേണിംഗ് ഡെവലപ്പർ ഉൾപ്പെടെ 26 കോഴ്സുകളും ഓഫ്ലൈനായി 25 കോഴ്സുകളും ഈ കേന്ദ്രങ്ങൾ നടത്തും. ജാവ പ്രോഗ്രാമിംഗ്, വെബ് ഡിസൈനിംഗ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് തുടങ്ങിയ 20ഓളം ഹ്രസ്വകാല സെർവർ ബേസ്ഡ് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്താനാകും. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു അധ്യക്ഷനായി. അസാപ് കേരള CMD ഡോക്ടർ ഉഷ ടൈറ്റസ് മുഖ്യാതിഥിയായി. കണ്ണൂർ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ ജോബി K ജോസ്, സിൻഡിക്കേറ്റ് മെമ്പർ പ്രമോദ് വെള്ളച്ചാൽ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ K സുധീന്ദ്രൻ, അസാപ് കേരള ട്രെയിനി ഹെഡ് D സജി, കണ്ണൂർ സർവകലാശാല AQAC ഡയറക്ടർ പ്രൊഫസർ അനൂപ് കുമാർ കേശവൻ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൽ പങ്കാളിത്തം ഉറപ്പാക്കും. സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിനാരംഭിച്ച മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ച് നടപ്പാക്കുന്ന ക്യാമ്പയിനിൽ നേതൃരംഗത്തിറങ്ങി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. പ്രാദേശിക തല ഇടപെടലുകൾ നടത്താൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ പദ്ധതികൾ കാലതാമസമില്ലാതെ നടപ്പാക്കണം. വേഗത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ജില്ലയിൽ സ്കൂൾ കഫേ പദ്ധതി മികച്ച രീതിയിലാണ് നടപ്പാക്കി വരുന്നത്. പദ്ധതിയുടെ ജില്ലാതല യോഗത്തിന് മുന്നോടിയായി സ്കൂൾ തല യോഗങ്ങൾ ചേരണം. പ്രാദേശിക യോഗത്തിന് ശേഷം CDS ചെയർപേഴ്സൺമാരുടെ യോഗം ചേരും. സ്മൈൽ പദ്ധതിയിൽ പ്രധാന അധ്യാപകർ, പ്രിൻസിപ്പൽ, PTA എന്നിവരുടെ യോഗം വിളിക്കണം. എട്ടിക്കുളം MAS GHSSലെ ഉപയോഗശൂന്യമായ ടോയ്ലറ്റ് കെട്ടിടം പൊളിച്ചു നീക്കാൻ തദ്ദേശ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തയ്യാറാക്കിയ സർവേ റിപ്പോർട്ട് അംഗീകരിച്ചു. തിരുമേനി GHSSലെ ഉപയോഗശൂന്യവും അപകടാവസ്ഥയിൽ ഉള്ളതുമായ ടോയ്ലറ്റ് ബ്ലോക്ക് പരിശോധിച്ച് വാല്യുവേഷൻ റിപ്പോർട്ട് നൽകാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. ചെറുകുന്ന് GWHSന്റെ അറ്റകുറ്റപ്രവൃത്തിയുടെ എസ്റ്റിമേറ്റിൽ ഭേദഗതി വരുത്താനും പ്രവൃത്തി പൂർത്തീകരണ കാലാവധി ഒക്ടോബർ 30 നീട്ടി നൽകാനും തീരുമാനിച്ചു. കണ്ണാടിപ്പറമ്പ GHSന്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി നവംബർ 14 വരെ ദീർഘിപ്പിക്കും. യോഗത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T സരള, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ VK സുരേഷ് ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KK രത്നകുമാരി,
സെക്രട്ടറി ഇൻചാർജ് KV മുകുന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടന്നുവെന്നത് വ്യക്തമാണെന്നും RSSന്റെ രാഷ്ട്രീയ താൽപര്യമാണ് നടന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളിൽ ത്രിതല അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിന് PR ഏജൻസിയുമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചതോടെ അത് അവിടെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. എന്നിട്ടും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJPയെ ജയിപ്പിച്ച് കോൺഗ്രസിലെ വോട്ട് ചോർച്ചയാണ് യാഥാർത്ഥ്യം എന്തെന്ന് വ്യക്തമാക്കിയിട്ടും തൃശൂരിൽ BJP വിജയത്തിന് ഇടതുപക്ഷം കളമൊരുക്കിയെന്ന തരത്തിലുള്ള പ്രചരണം വിവിധ കോണുകളിൽ നിന്നും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തൃശൂരിൽ 86,000 വോട്ടുകളാണ് കോൺഗ്രസിന് നഷ്ടമായത്. അതാണ് പരാജയമെന്ന് കോൺഗ്രസ് കമ്മീഷൻ കണ്ടെത്തിയതാണ്. ഇതിന്റെ എല്ലാ ഭാഗമായാണ് DCCC പ്രസിഡന്റിനെ മാറ്റിയതെന്നും CPIMനെ കുറ്റപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ പോളിടെക്നിക്കുകളിൽ SFI മുന്നേറ്റം. സംസ്ഥാന പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI മുന്നേറ്റം. തെരഞ്ഞെടുപ്പ് നടന്ന 55 പോളിടെക്നിക്കുകളിലും 46 ഇടത്തും SFI വിജയിച്ചു. ഇടതു KSU, MSF, ABVP സംഘടനകളെ പരാജയപ്പെടുത്തിയാണ് SFIയുടെ വിജയം. പെരുന്നുണകൾക്കെതിരെ സമരമാവുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് SFI തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പത്തനാപുരം SFCയുടെ ചിതൽവെട്ടി എസ്റ്റേറ്റിലെ വെട്ടി അയ്യം ഭാഗത്താണ് പുലി ഇറങ്ങിയത്. 2 പുലികളെ കണ്ടതായാണ് തൊഴിലാളികൾ പറയുന്നത്. പുലിയുടെ വീഡിയോ നാട്ടുകാർ പ്രചരിപ്പിച്ചതോടെ ഫോറസ്റ്റ് ജീവനക്കാരും SFCK അധികൃതരും പ്രദേശത്ത് പെട്രോളിംഗ് ശക്തമാക്കി. പുലിയെ കണ്ട തൊഴിലാളി ലയത്തിൽ 24 മണിക്കൂർ SFICയുടെ കാവൽ ഏർപ്പെടുത്തി. കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിലും വനപ്രദേശത്തും കാട്ടുമൃഗങ്ങളും ശല്യം രൂക്ഷമാകുകയാണ്. വനപാലക സംഘം പ്രദേശത്ത് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് നാട്ടുകാർ വീണ്ടും പുലിയെ കണ്ടത്. പുലിക്കൂട് സ്ഥാപിക്കാൻ സർക്കാർ നിന്നും ഉത്തരവ് വാങ്ങാൻ പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് നടപടികൾ ആരംഭിച്ചു. യെല്ലോ പിങ്ക് റേഷൻ കാർഡ് മാസ്റ്ററിംഗ് സമയപരിധി 8-ന് അവസാനിക്കും. മുൻഗണനാ വിഭാഗത്തിലുള്ള AAY PHH റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഓരോ അംഗങ്ങളും റേഷൻ കാർഡും ആധാർ കാർഡും സഹിതം റേഷൻ കടയിൽ നേരിട്ടെത്തി EKYC അപ്ഡേഷൻ ചെയ്യുന്നതിനുള്ള സമയപരിധി ഒക്ടോബർ 8-ന് അവസാനിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഓരോ അംഗങ്ങളും എത്രയും പെട്ടെന്ന് മാസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. ജനങ്ങളുടെ സൗകര്യാർത്ഥം മാസ്റ്ററിംഗ് ചെയ്യുന്നതിന് ഒക്ടോബർ 6 ഞായറാഴ്ച കണ്ണൂർ ജില്ലയിലെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. മാസ്റ്ററിംഗ് ഒക്ടോബർ 8-നകം ചെയ്യാത്തവർക്ക് ഇനിയൊരു അവസരം ലഭിക്കുന്നതില്ലെന്നും അവരുടെ റേഷൻ വിഹിതം നഷ്ടപ്പെടുന്നതിനുള്ള സാഹചര്യമുണ്ടാകുമെന്നും അറിയിച്ചു. കിടപ്പ് രോഗികൾ, ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്നവർ എന്നിവരുടെ പേര്, വിവരങ്ങൾ റേഷൻ കാർഡ് കടയുടെ ഉടമയെ അടിയന്തരമായി അറിയിച്ചാൽ വീട്ടിലെത്തി മാസ്റ്ററിംഗ് ചെയ്താണ് സംസ്ഥാനത്ത് പുറത്തുള്ളവർ അതാത് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ആധാർ കാർഡും റേഷൻ കാർഡിന്റെ പകർപ്പും ഹാജരാക്കി മാസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ.